ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിനീത് ആകെ സങ്കടത്തിലാണ്. വിനീതിന് എങ്ങനെയെങ്കിലും തൻ്റെ മനസ്സും തൻ്റെ സ്നേഹവും ഗംഗയെ അറിയിക്കണം. അപ്പം നവീൻ പറയും, എടാ നീ ഒരു കത്തെഴുത്, നിന്റെ മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ എഴുതുന്നു പറയാണ് കേട്ടോ. അപ്പം നവീൻ തന്നെ അവനെ സഹായിക്കുക. അപ്പം നവീനാണ് കേട്ടോ എഴുതുന്നത്. അപ്പം വിനീത് ഓരോ കാര്യങ്ങളും വിനീതിൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നിങ്ങനെ പറയുക. അതിനനുസരിച്ച് വളരെ സാഹിത്യാത്മകമായിട്ട് നവീൻ കത്തും എഴുതുക. അത് കഴിഞ്ഞിട്ട് ചോദിക്കും, എടാ നീ ഇതൊന്ന് വായിച്ചു നോക്ക്, എങ്ങനെയുണ്ട്, നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഈ കത്തി വന്നിട്ടുണ്ടോ എന്ന് നവീൻ ചോദിക്കും. അപ്പോൾ വിനീത് അത് വായിച്ചിട്ട് പറയും, മതിയിടാ മതി, എൻ്റെ ഉള്ളിൽ തുറന്ന് നീ എഴുതിയിട്ടുണ്ട്, നീ ഒരു മിടുക്കൻ തന്നെ, നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നീ എന്താ ഈ നവീനെ പറ്റി കരുതി വെച്ചിരുന്നത്? ഞാൻ വിദേശത്താന്നൊക്കെ കരുതി, ഈ മലയാളം എനിക്ക് അറിയില്ലെന്നോ? നിന്റെ മനസ്സ് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഗംഗയ്ക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും. എന്നിട്ടും അവൾ നിന്നെ തിരസ്കരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെങ്ങനെയെങ്കിലും നമുക്ക് അവളുടെ കയ്യിൽ എത്തിക്കാം എന്ന് പറയാം. എടാ ഇത് ഗംഗയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഗയ്ക്ക് എൻ്റെ സ്നേഹം മനസ്സിലാകുമായിരിക്കും അല്ലേ, എന്നെ തന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നവീൻ പറയും, ഉറപ്പായിട്ടും. എടാ എന്നാൽ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് കൊണ്ടേ കൊടുക്കാം. എടാ എൻ്റെ ആവശ്യം എന്താ, നീ കൊണ്ടേ കൊടുക്കുക, അത് നിൻ്റെ അമ്മാവൻ്റെ വീടല്ലേ എന്ന് നവീൻ അപ്പോൾ ചോദിക്കും. എന്നാലും കത്തൊന്നും കൊടുത്ത് എനിക്ക് ശീലമില്ലടാ, നീ പ്ലീസ് എടാ, ഇത്രയും സഹായം എനിക്ക് വേണ്ടി ചെയ്തു തന്ന നിനക്ക് ഇതും കൂടി പറ്റില്ലേ? ശരി ശരി, എന്നാ ബാ നമുക്ക് 2 പേർക്കും കൂടി പോകാം എന്ന് പറയണേ. എന്നിട്ട് അവർ 2 പേരും കൂടി ഗംഗയുടെ വീട്ടിലേക്ക് ചെല്ലാം. അവിടെ ചെല്ലുമ്പം ഗംഗയും നിളയും കൂടി തുണി വിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ദേണ്ടാ നമ്മൾ തേടിയ വള്ളി കാല് ചുറ്റിയെന്നൊക്കെ പറയുന്നത് ഇതാ, തെങ്ങ് നോക്കിക്കേ, നിന്റെ ഗംഗ അവിടെ നിപ്പുണ്ട്, ഇപ്പൊ തന്നെ നീ കൊണ്ട് കൊടുത്തിട്ട് വാ എന്നും പറഞ്ഞ് നവീൻ വിനീതിനെ ഉന്തി തള്ളി വിടും. എടാ എനിക്ക് പേടിയാടാ, ഇത് അവൾ വായിച്ചു പോലും നോക്കില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവൾ ഇത് കീറിക്കളയും. നീ ഇങ്ങനെ ചിന്തിക്കാതെ നീ ഒന്ന് കൊണ്ട് കൊടുക്കോടാ, ഇത് എഴുതാൻ കാണിച്ച മിടുക്ക്, നീ ഇത് കൊടുക്കാനും കൂടി ഒന്ന് കാണിക്കുക പ്ലീസ് ഡാ എന്ന് നവീനോട് വിനീത് പറയൂട്ടോ. നീ ഇങ്ങനെ പേടിത്തൊണ്ടനാവാതെ എൻ്റെ വിനീതെ, നീ ഒരു കാമുകന്മാർക്ക് നല്ല ധൈര്യം വേണം, നീ അതുകൊണ്ട് കൊടുക്കാൻ നോക്ക്. എടാ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ, എനിക്ക് ആകെ ഉള്ളൊരു കൂട്ടുകാരനല്ലേ, പ്ലീസ് ഡാ നീ ഇതെങ്ങനെയല്ലോ ഒന്ന് കൊടുക്കുക എന്ന് പറയാം. ഓ ശരി ശരി, ഞാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്ന് പറയാണേ. അപ്പോൾ ഗംഗയാണെങ്കിൽ നിളയോട് പറയും, മോളെ നമ്മൾ ഈ വിരിച്ചിരുന്ന തുണികളെല്ലാം കാറ്റ് പറത്തിക്കൊണ്ട് പോകുമെന്നാണ് തോന്നുന്നത്, മോൾ ഈ തുണി വിരിച്ചിട, ചേച്ചി പോയി ക്ലിപ്പ് എടുത്തോണ്ട് വരാം, നമുക്ക് എന്നിട്ട് തുണിയെല്ലാം ക്ലിപ്പ് കുത്തിയിടാം എന്ന് പറയാം. ശരി ചേച്ചി, എന്നാൽ ചേച്ചി എടുത്തിട്ട് വാ എന്ന് നിള പറയും കേട്ടോ. എന്നിട്ട് ഗംഗയാണെങ്കിൽ ക്ലിപ്പ് എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോവും. ആ സമയം തന്നെയാണ് നമ്മുടെ നിളയുടെ കൂട്ടുകാരി ലിൻഡ അതിലൂടെ വരിക. ദേണ്ടടാ ഒരു കൊച്ച്, ഈ കൊച്ചിനെ വെച്ച് നമുക്ക് ആ കത്ത് ഗംഗയുടെ കയ്യിൽ എത്തിക്കാം എന്ന് നവീൻ പറയും. അതെങ്ങനെ മോളെ ഇവിടേക്ക് വന്നേ എന്ന് ചോദിക്കും കേട്ടോ. നവീൻ എന്നിട്ട് വിളിക്കേ, എന്താ ചേട്ടാ? മോളുടെ പേരെന്താ? ലിൻഡ. മോളെ എവിടെ പോവാ? ഞാൻ നിളയച്ചിനെ കാണാനായിട്ട് പോവാ എന്ന് ലിൻഡ പറയുക. ആണോ, ഈ കത്ത് മോള് ആ ചേച്ചിമാർക്ക് കൊണ്ട് കൊടുക്കാവോ എന്ന് ചോദിക്കുക. കൊടുക്കാലോ, പകരം അങ്കിൾ എനിക്ക് എന്ത് തരും? പകരം മോൾക്ക് ഞാൻ മഞ്ച് മേടിച്ച് തരാം, മോള് കൊടുത്തിട്ട് വാ, ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ, മോളിത് കൊടുത്തിട്ട് വാ, അങ്കിള് മേടിച്ച് തരാന്നേ എന്ന് പറയേ. അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ കൈ കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ആ പൂക്കൾ നമ്മുടെ വിനീത് മേടിച്ച് കൈ പിടിക്കും. എന്നിട്ട് കൊച്ചാണെങ്കിൽ കത്തുമായിട്ട് അങ്ങ് ചെല്ലും. അപ്പം നിളയുടെ കൈ കൊണ്ട് കൊടുക്കും. അപ്പം നിള ചോദിക്കും, ഇത് ആരാ ലിൻ്റെ തന്നത്? നിൽക്കുന്ന ചേട്ടന്മാരാ എന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആരും കാണില്ല. എന്നിട്ട് നിള അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. എന്താ മോളെ, എന്താ നീ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ചേച്ചി ഇതൊരു കത്താ, ചേച്ചി നോക്കിക്കേ. അപ്പോൾ ഗംഗ അത് വായിച്ചു നോക്കും. എടാ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്റെ ഗംഗയുടെ കയ്യിൽ തന്നെ ആ കത്ത് എത്തിയിട്ടുണ്ട് എന്ന് നവീൻ പറയൂ കേട്ടോ. അവൾക്കിത് മനസ്സിലാവുമായിരിക്കല്ലേ ഞാൻ എഴുതിയതെന്ന്. ഉറപ്പായിട്ടും. അപ്പോൾ ഗംഗ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കാവേരി വരിക. അപ്പോൾ കാവേരി ചോദിക്കും, എന്താ ചേച്ചി ഇതേതാ കത്തൊക്കെ ഇരിക്കുന്നത്? ആരോ ഈ ലിൻഡയുടെ കയ്യിൽ കൊടുത്തു വിട്ടതാ ഒരു കത്ത്, നമ്മുടെ നിളയുടെ കൈ കിട്ടിയതാ, ഞാൻ അതെടുത്ത് വായിച്ചു നോക്കിയതാ, ലവ് ലെറ്ററാ. നിളമോക്ക് ലവ് ലെറ്റർ എഴുതാൻ മാത്രം ഇവിടെ ആർക്കും ഇത്ര ധൈര്യം? ഈ കുഞ്ഞി കൊച്ചിന് ലവ് ലെറ്റർ കൊടുക്കാൻ മാത്രം ആരാ ഇവിടെ ഉള്ളത് എന്നൊക്കെ കാവേരി ദേഷ്യപ്പെട്ട് പറയാം. പെട്ടെന്ന് കാവേരിനെ കാണുമ്പോഴത്തേക്കും വിനീത ഓടിപ്പോയി വണ്ടി കയറുവേ. അപ്പോൾ പുറകെ നവീനും ചെല്ലും. എടാ നീ എന്നെ ഇട്ടിട്ട് പോകാൻ നോക്കുമായിരുന്നല്ലേ, എൻ്റെ പൊന്നെടാ, കാവേരിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പനി തീർക്കും അവള് എന്നും പറഞ്ഞ് 2 പേരോട് രക്ഷപ്പെട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് നവീൻ തിരിഞ്ഞു നോക്കൂ കേട്ടോ. അപ്പോൾ തന്നെ കാവേരി നവീനെ കാണുകയും ചെയ്യും. ഇവനായിരുന്നു ആ ഞരമ്പ് രോഗി, 18 വയസ്സ് പോലും തികയാത്ത എൻ്റെ അനിയത്തിക്ക് ലവ് ലെറ്റർ കൊടുക്കാൻ നോക്കുന്നു, വൃത്തികെട്ടവൻ, ഇവനെ ഒന്നും ഇങ്ങനെ വിട്ടാൽ പാടില്ല. ഇവൻ്റെ അമ്മയ്ക്കൊക്കെ എന്താ അഹങ്കാരം, മകനെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയെന്നാണല്ലോ അവരെപ്പോഴും അവകാശപ്പെടുന്നത്, ഇതാണ് അവർ വളർത്തിയ മകൻ്റെ സംസ്കാരം എന്നൊക്കെ നമ്മുടെ കാവേരി ഇങ്ങനെ പറയാണ് കേട്ടോ.
അതിനുശേഷം നമ്മുടെ നവ്യ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വിനീത് വിളിക്കും, എടാ കത്ത് ഫ്ലോപ്പായി എന്ന് കരുതി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട, നീ എന്താ ഇപ്പം വിളിച്ചത് എന്ന് ചോദിക്കും. എടാ അത് പിന്നെ അമ്മാവൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്, ആ കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത്. എടാ ചിലപ്പോൾ കല്യാണക്കാര്യം പറയാനായിരിക്കും, നിന്റെ അമ്മാവൻ ഈ തവണ ഗംഗയുടെ കല്യാണം നടത്തുമെന്നല്ല നീ പറഞ്ഞത്, അതിനെപ്പറ്റി സംസാരിക്കാനായിരിക്കും വിളിപ്പിച്ചേക്കുന്നത്. നീ എന്തായാലും ചെല്ല്. എൻ്റെ മനസ്സിനൊന്നും ഒരു സുഖവും തോന്നുന്നില്ല നവീനെ, എന്തോ സങ്കടപ്പെടുത്തുന്ന കാര്യം നടക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുക. നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ മാൻ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നീ എന്തായാലും ചെല്ലണം എന്ന് പറഞ്ഞ് നവീൻ പറഞ്ഞു വിടുവാണ് കേട്ടോ. ആ സമയം തന്നെ കാവേരി ഒരു സ്കൂട്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നവീൻ്റെ റിസോർട്ടിലേക്ക് വരിക. അപ്പോൾ അവളെ കാണുമ്പോൾ നവീൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. കാവേരി ഭയങ്കര ദേഷ്യത്തിൽ എന്നിട്ട് പറയും, തന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്, അമ്മയുടെ ഇള്ളാക്കുഞ്ഞിൻ്റെ കയ്യിലിരിപ്പ് ഇത്ര മോശമാണെന്ന് എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നില്ല. എൻ്റെ എട്ടും പുട്ടും തിരിയാത്ത അനിയത്തിക്ക് ലവ് ലെറ്റർ കൊടുക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയടോ എന്ന് ചോദിക്കും. താൻ എന്തൊക്കെയാ ഈ പറയുന്ന കാവേരി എന്നപ്പോൾ നവീൻ ചോദിക്കും, കൂടുതലൊന്നും താൻ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട, എൻ്റെ 18 വയസ്സ് പോലും ആവാത്ത ചെറിയ അനിയത്തിക്ക് താൻ ലവ് ലെറ്റർ കൊടുക്കാൻ പോയത്, ഇതൊക്കെ പോക്സോ കേസിൽ പെടുന്നതാ, തനിക്കറിയാവോ, ഇനിയും ഈ വക ഞരമ്പ് രോഗമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പെരുമാറുന്നത് എന്നൊക്കെ പറയാം. ഇപ്പം കാവേരി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാജേശ്വരി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താടി നിനക്ക് ഇപ്പം വീട്ടിൽ വന്ന് ഞങ്ങളെ സമാധാനത്തോടെ ഇരുത്താതെ നീ ശല്യം ചെയ്യുവാണോ? നിന്റെ അഹങ്കാരം തീർക്കാനുള്ള സ്ഥലമൊന്നുമല്ല, നിന്റെ നാവ് ഈ വീട്ടിൽ ഉയർത്താനും പാടില്ല എന്നൊക്കെ പറയേ. നിങ്ങളെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നെപ്പറ്റി പറഞ്ഞത് എനിക്ക് തീരെ സംസ്കാരം പോരാ, എൻ്റെ നടപ്പ് ശരിയില്ല, എടുപ്പ് ശരിയില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തി നശിപ്പിച്ച് വെച്ചിരിക്കുക. എന്നിട്ടേ ഇപ്പം കണ്ടു നിങ്ങൾ സംസ്കാരത്തോടെ വളർത്തിയിരിക്കുന്ന നിങ്ങളുടെ മകൻ്റെ ഗുണഗണങ്ങൾ. നിങ്ങളുടെ മകൻ്റെ പോക്ക് ഈ കണക്കിനാണെങ്കിലേ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാനേ നേരം കാണില്ല. എന്താടി എൻ്റെ മകനൊരു കുഴപ്പം? നീ നിന്റെ വീട്ടിൽ കിടന്ന് പ്രസംഗിക്കുന്ന പോലെ ഈ രാജേശ്വരിയുടെ വീട്ടിൽ കിടന്നേ നാക്ക് പൊക്കി സംസാരിച്ചാൽ നാക്ക് ഞാൻ പിഴുതെടുക്കും എന്ന് രാജേശ്വരി പറയും. ഇങ്ങോട്ട് വാ, നിങ്ങൾ ഞാനങ്ങ് നിന്ന് തരുമല്ലേ, എൻ്റെ അനിയത്തിക്ക് ലവ് ലെറ്റർ കൊടുത്ത് മയക്കാൻ നോക്കിയവനാ നിങ്ങളുടെ ഈ കാണുന്ന സംസ്കാര സമ്പന്നനായ മകൻ. എന്നിട്ട് കിടന്ന് അഹങ്കാരം പറയുന്നതോ നിങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വക ചീപ്പ് പരിപാടിയായിട്ട് എൻ്റെ അനിയത്തിയുടെ പിന്നിലെ കൂടെ ഇനിയും താൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തൻ്റെ റിസോർട്ടടക്കം ഞാൻ കത്തിക്കും എന്നും പറഞ്ഞിട്ട് കാവേരി അവിടുന്ന് പോവാം. അപ്പോൾ രാജേശ്വരിക്ക് അങ്ങ് ദേഷ്യം വരിക, എന്തിനാടാ ഇവൾ ഇവിടെ വന്ന് കിടന്ന് ഈ പ്രസംഗിക്കുന്നത്, ഈ പെണ്ണിനെ കാണുന്നത് തന്നെ എനിക്ക് ചതുർത്ഥിയാണ്, എന്തൊരു അഹങ്കാരമോ ഈ പെണ്ണിന്. എൻ്റെ മകളെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ കാല് രണ്ടും തല്ലി ഓടിച്ച് ഇവിടെ ഇട്ടിരുന്നേനെ. അതെങ്ങനെയാ, അച്ഛനും അമ്മയും തലേ കയറ്റി വെച്ചിരിക്കുകയല്ലേ, അതിൻ്റെ അഹങ്കാരമാണ് പെണ്ണിന് എന്നൊക്കെ പറയേ. എൻ്റെ അമ്മേ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്? അത് വിനീത് എഴുതിയ ലെറ്റർ അമ്മേ, ഞാനും കൂടെ ഉണ്ടായിരുന്നു, ഗംഗയ്ക്ക് വേണ്ടി അവൻ എഴുതിയതാ. അപ്പം ഇവള് കരുതി ഞാൻ ഇവളുടെ അനിയത്തിക്ക് കൊടുത്തതാണെന്ന്, അതാ പ്രശ്നം. ഈ കുടുംബക്കാരുമായിട്ട് നീ ആവശ്യമില്ലാത്ത സൗഹൃദത്തിനൊന്നും പോവണ്ട. എൻ്റെ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ശരി, ഇനിയും പെണ്ണുമായിട്ട് മിണ്ടാൻ പോലും നീ പോയേക്കരുത്, നല്ല അഹങ്കാരം പിടിച്ച പെണ്ണാ അത് എന്നൊക്കെ രാജേശ്വരി പറയൂട്ടോ. അതേസമയം വിനീതാണെങ്കിൽ അമ്മാവനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുക. എന്താ അമ്മാവ, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് മോനെ. അപ്പം മുത്തശ്ശി ചാടിക്കയറി പറയും, തേൻ പുരട്ടിയ കത്തി വെച്ച് നിന്റെ കഴുത്തറക്കാനാ അവൻ നിന്നെ വിളിച്ചു വരുത്തിയത്. അപ്പം അരവിന്ദൻ പറയും, അമ്മയൊന്നും മിണ്ടാതിരിക്കുക. പിന്നെ ഞാൻ മിണ്ടാതെ ഇരിക്കാം, എൻ്റെ കൊച്ചുമോൻ്റെ മനസ്സ് വേദനിപ്പിക്കാനല്ലേ നീയൊക്കെ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുക. മോനെ ബാ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. എന്താ അമ്മാവ, എന്താ കാര്യം? മോനെ, ഈ വരവിന് ഗംഗയുടെ കല്യാണം നടത്തണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. വരൻ്റെ സ്ഥാനത്ത് നീയുമായിരുന്നു, നിന്നെ ഞങ്ങൾക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, നല്ലൊരു മോൻ അങ്ങനെ തന്നെ കരുതിയിരുന്നതും. പക്ഷേ ഗംഗയുടെ ഇഷ്ടം കൂടി ഞങ്ങൾ നോക്കണ്ടേ? നിന്നെ കല്യാണം കഴിക്കാൻ ഗംഗയ്ക്ക് ഒരു താല്പര്യവും ഇല്ലെന്നാണ് പറയുന്നത്. അതെന്താ അമ്മാവ അങ്ങനെ? നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ വിനീതിനുള്ളതാ ഗംഗയെന്ന്, എന്നിട്ടിപ്പം അങ്ങനെ തന്നെ കരുതിയത്. നിനക്ക് അവളെ കല്യാണം കഴിച്ച് തരാൻ ഞങ്ങൾക്ക് സമ്മതമാണ്, പക്ഷേ ഞങ്ങളുടെ സമ്മതം അല്ലല്ലോ മോനെ വേണ്ടത്. അവൾ നിന്റെ കൂടെ ജീവിക്കേണ്ടത് അവളല്ലേ. അവൾക്ക് ഒട്ടും താല്പര്യമില്ലാതെ അവളെ നിർബന്ധിച്ച് എന്തായാലും ഞാൻ നിന്റെ കൂടെ കെട്ടിച്ചയക്കുകയില്ല, അതുകൊണ്ടാ എന്ന് പറയുക. അപ്പം വിട്ടെന്ന് വിനീതിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരിക. നിനക്കറിയാവോ, അവൾക്ക് ഈ ലോകത്തൊന്നൊക്കെ പുറത്ത് കടന്ന് സമാധാനത്തോടെ ജീവിക്കണമെന്നാ. അങ്ങനെയുള്ളപ്പം നാളെ ഒരു കൂട്ടർ അവളെ കാണാൻ വരുന്നുണ്ട്, എൻ്റെ മോൻ ഇനിയും അവളെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അതെന്താ അമ്മ, അവ അങ്ങനെ ഞാൻ അവളെ നന്നായിട്ട് നോക്കില്ലെന്നാണോ അമ്മാവൻ കരുതുന്നത് എന്ന് ചോദിക്കുക. മോനെ, നിൻ്റെ ലോകം എന്ന് പറയുന്നത് ആ തയ്യൽക്കടയും യേശുദാസിൻ്റെ പാട്ടും നിൻ്റെ ചുറ്റുപറ്റത്തുള്ള ആൾക്കാരും ഒക്കെയാ. അതിനപ്പുറത്തേക്കൊരു ലോകത്തെപ്പറ്റി നീ ചിന്തിച്ചിട്ടുമില്ല, പോകുന്നതിനെപ്പറ്റി നീ ആഗ്രഹിക്കുന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഗംഗയുടെ കാര്യം
അങ്ങനെയല്ല, അവൾക്ക് ഈ കാടും മലയും കടന്ന് പുറം ലോകത്ത് പോയി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്നാ, വേറൊരു ലോകത്ത് ജീവിക്കണമെന്നാ, പുതിയ പുതിയ ആൾക്കാരെ കാണണമെന്നാ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ എങ്ങനെയാണ് നിൻ്റെ കൂടെ ജീവിക്കുക എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മാവ, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയല്ലേ, പിന്നെ എന്താ നിങ്ങൾക്ക് ഇപ്പം മനംമാറ്റം? എനിക്കൊരു കുറവുള്ളതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ അമ്മാവ എന്നൊക്കെ ചോദിക്കുക. മോനെ, അതൊന്നുമല്ല ഒരാളെ അളക്കേണ്ട അളവുകോല്. നീ നല്ലൊരു മോനാ, നീ നന്നായിട്ട് കുടുംബവും നോക്കുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഗംഗയുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്? ഒരു കണക്കിന് സ്വന്തം നാട്ടിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ കണക്കിന് നിന്നോളം ഭാഗ്യമുള്ള ആരുമില്ല. നീ നിൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ അവസ്ഥ നിനക്കറിയാലോ. ഈ കുടുംബമാണ് എൻ്റെ ലോകം, എൻ്റെ ഭാര്യയും മക്കളും, അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ പുറത്തു പോകുന്നത്. അന്ന് തൊട്ട് ഈ കുടുംബമായിട്ട് അകന്ന ഞാൻ ജീവിക്കുന്നത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോനെ, ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഓരോ നിമിഷവും ചിലവാക്കണമെന്ന് എല്ലാവരെ പോലെ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനവസരം എനിക്ക് കിട്ടുന്നില്ല. എപ്പോഴും ഓടി വരാൻ പറ്റുന്ന ദൂരത്തല്ലല്ലോ ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പം ഈ നാട്ടിൽ നമുക്കൊന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ചൂടായ ഒരു മരത്തണലിൽ നമുക്ക് കയറി നിൽക്കാം. പക്ഷേ അവിടെ അങ്ങനെയല്ല, മുഴുവൻ മരുഭൂമിയാണ്. വെയിലത്ത് വാടി നിന്നാലും പണിയെടുത്തേ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ തന്നെ കൂടെ പണിയുന്നവർ കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാവോ? എങ്കിലും ഒരു ഇറ്റ് കണ്ണീര് പോലും വാർക്കാൻ പറ്റാതെ അടുത്ത പണി നമ്മൾ ചെയ്യണം. അതാ ഗൾഫിലെ ജീവിതം എൻ്റെ എന്ന് പറയൂ കേട്ടോ. അപ്പം ഇതെല്ലാം അപ്പുറം നിന്ന് ശാരദയും മക്കളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സങ്കടം വരിക. എൻ്റെ ഗംഗമോൾ ഉണ്ടായപ്പോഴോ കാവേരിമോൾ ഉണ്ടായപ്പോഴോ ഒന്നും എനിക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല. മോനറിയാവോ, എൻ്റെ കാവേരിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഞാനൊന്ന് കാണുന്നത്. അതിന് മുന്നേ എൻ്റെ കുഞ്ഞ് എൻ്റെ മുന്നിൽ വന്നാൽ പോലും എനിക്ക് തിരിച്ചറിയില്ലായിരുന്നു അതെൻ്റെ സ്വന്തം ചോരയാണെന്ന്. 1.5 വയസ്സ് അവൾക്കുള്ളപ്പം ഒരു ഫോട്ടോ എനിക്ക് കിട്ടി ഒരു സെല്ലിൽ. അതും ഇന്നത്തെ പോലത്തെ ക്ലാരിറ്റി ഒന്നുമുള്ള ഫോണില്ലല്ലോ. അതിൽ കണ്ട എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട് ഞാൻ തൃപ്തി അടഞ്ഞത്. അത് കണ്ടപ്പം എനിക്ക് കരയ്ക്കുമായിരുന്നു. ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു. എൻ്റെ ഭാര്യയ്ക്കും മക്കളോടും ഒപ്പം എങ്ങനെ എനിക്ക് എന്ന് ജീവിക്കാൻ പറ്റും എന്നുള്ള. പക്ഷേ അവരെപ്പറ്റി ഓർക്കുമ്പം ഞാൻ എല്ലാം കഷ്ടപ്പാടുകളും സഹിച്ച് അവിടെ നിൽക്കും. എൻ്റെ ഭാര്യയും മക്കളും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്ന് തോന്നും. അങ്ങനെയുള്ളപ്പം എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് മോനെ തള്ളിവിടുന്നത്? അല്ലാതെ നിന്നോട് ഇഷ്ടക്കേടുണ്ടായിട്ടല്ല എന്നൊക്കെ പറയൂട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം വരുവാണേ. അതുപോലെ ശാരദയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ പിന്തുണയില്ലാതെ 4 പെൺകുഞ്ഞുങ്ങളുമായി അവളും ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. എന്നിട്ടും അവൾ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി. ഈ കുടുംബം നശിച്ചു പോകാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തി, എൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തി എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് സങ്കടം വരിക. അതുപോലെ അച്ഛൻ്റെ സ്നേഹമൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ മക്കൾക്കും. പക്ഷേ അതൊക്കെ ഉൾക്കൊണ്ട് എൻ്റെ മക്കളും അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അറിഞ്ഞ് ജീവിച്ചു. ആ മക്കളും ഭാര്യ ഉൾപ്പെടുന്ന എൻ്റെ ലോകമാണ് കുഞ്ഞെ എനിക്ക് ഏറ്റവും വലുത്. അവിടെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്ക് ഒരിക്കലും തള്ളിവിടാൻ എനിക്ക് പറ്റില്ല. നീ ഒന്നുകൊണ്ട് ഓർത്ത് സങ്കടപ്പെടരുത്. എൻ്റെ മോളെ ശപിക്കുകയും ചെയ്യരുത്. നിന്നെ ഇണങ്ങുന്ന ഒരു പെൺകുട്ടിയെ ഈ അമ്മാവൻ കണ്ടെത്തി തരാം എന്ന് പറയാം. അപ്പോൾ വിനീതിൻ്റെ നെഞ്ച് തകർന്നാട്ടോ നിൽക്കുന്നത്. അമ്മാവ, എനിക്ക് മനസ്സിലാവും അമ്മാവൻ്റെ അവസ്ഥ. ഗംഗയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മാവൻ എനിക്ക് വേറെ പെണ്ണൊന്നും നോക്കണ്ട. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുക എന്നും പറഞ്ഞ് വിനീത് ചങ്ക് തകർന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരും. എൻ്റെ കൊച്ചുമോൻ എല്ലാവരും കൂടി ആശ കൊടുത്തിട്ട് ഇപ്പം അവൻ്റെ ചങ്ക് തന്നെ കത്തിക്കൊണ്ട് കുത്തി ഇറക്കിയല്ലോ നിങ്ങൾ എല്ലാവരും കൂടി. ഏതൊരാവശ്യത്തിനും അരമന്തനില്ലാത്തപ്പം ഇവിടെ ഓടി വന്നവനാ. എല്ലാവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ വേണം. പക്ഷേ അവൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ എല്ലാം കൂട്ടു നിൽക്കുക എന്നൊക്കെ പറയേ. അപ്പം ഗംഗ പറയും, ഈ അച്ഛമ്മ ഒറ്റ ഒരുത്തിയാ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളാക്കിയിരിക്കുന്നത് എന്ന് കാവേരിയോട് പറയും. മിണ്ടാതിരിക്കുക ചേച്ചി എന്നപ്പം കാവേരി പറയും, നിനക്ക് തേരിക്കേറി ഇപ്പം രാജകുമാരൻ വരും. എൻ്റെ വിനീതിനെക്കാളും നല്ലൊരു ചെറുക്കൻ നിന്നെ കെട്ടുന്നത് എനിക്കൊന്ന് കാണണം. പെണ്ണിന് അഹങ്കാരം കയറിയിരിക്കുമല്ലേ, ആ അഹങ്കാരത്തിനൊത്ത് താളം തുള്ളാൻ ഒരമ്മയും അച്ഛനും എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് ശാരദ പറയും, അമ്മേ, നമുക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരല്ലേ ജീവിക്കേണ്ടത്. അവർക്ക് ഇഷ്ടമില്ലാതെ അവൻ്റെ കൂടെ നിർബന്ധിച്ച് കല്യാണം കഴിച്ച് വിട്ടിട്ട് പിന്നീട് അവർ തമ്മിൽ വഴക്കായി പിരിയുന്നതും എത്രയോ ഭേദമാണ് ഇപ്പോഴേ സമാധാനത്തോടെ പിരിയുന്നത് എന്ന് ചോദിക്കാം. നിനക്കിപ്പോൾ 100 ന്യായം കാണും, നിന്റെ രക്തമൊന്നും അല്ലല്ലോ അവൻ എന്ന് ശാരദയോട് മുതച്ച് ദേഷ്യപ്പെട്ട് പറയും കേട്ടോ. അപ്പം വിനീതങ്ങ് തകർന്നിറങ്ങി പോകുന്ന കാണുമ്പോൾ അരവിന്ദിന് സങ്കടം വരിക. അപ്പോൾ പെട്ടെന്ന് ശാരദയും മക്കളും ഒക്കെ അരവിന്ദിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുക. എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് നിന്ന് വിനീത് പോകുന്നേ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ലൈക്ക് ചെയ്യാനും